ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യന് കുറച്ച് ടഫായിട്ടോ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനോ നിങ്ങളെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിൻ്റെ കാരണം അതുമാണ് ഒരു റാങ്ക് അല്ലെങ്കിൽ എന്താണ് A+ ഡിസൈഡിങ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഫുൾ മാർക്കിലോട്ടോ A+ലോട്ടോ എത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മുൻ വർഷത്തെ ചോദിച്ച ചോദ്യങ്ങളും അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾ ലെറ്റ്സ് അസസ്സിൽ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ചെയ്തിട്ടില്ലാത്ത കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് PYQ ആണ്, 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വായിച്ചു നോക്കാം. When a force of 40 Newton is applied on a mass of 700 gram, its velocity change from 30 meter per second to a certain value in 2 seconds. Calculate change in velocity of the body. Okay, അപ്പോൾ ഇതുവരെ കുട്ടികൾ എന്ത് ചെയ്യാം, ഫോഴ്സും മാസൊക്കെ ഉള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം, F = ma. ഓക്കെ, ഇത് മാത്രം പഠിച്ചവർക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ ആക്സിലറേഷന് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, V - U/T. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ലോ ഡിറൈവ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഇക്വേഷൻ എന്നാണ്, V - U/T. ഓക്കെ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഇത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആരൊക്കെ തന്നിട്ടുണ്ട്, M ഈസ് ഗിവൺ, M എത്രയാ 700 ഗ്രാം, അതിന് നമ്മൾ മാറ്റിയാൽ 700 × 10⁻³ കിലോഗ്രാം എന്ന് വരും. ഓക്കെ, എല്ലാം നമുക്ക് SI യൂണിറ്റിലോട്ട് മാറ്റാം. പിന്നെയോ V തന്നിട്ടുണ്ട്, V എത്രയാ, V തന്നിട്ടില്ല, V ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, U ഈസ് ഗിവൺ, U എത്രയാ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ്, എല്ലാം തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്, F എത്രയാ 40 ന്യൂട്ടൺ. ഓക്കെ, F = 14 ന്യൂട്ടൺ, 14 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ U അങ്ങ് കണ്ടുപിടിച്ചാൽ, സോറി V അങ്ങ് കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F = 14 M 700 × 10⁻³ V നമുക്കറിയില്ല, V അവിടെ വെച്ച് ഞാൻ. ഓക്കെ, U എത്രയാ 30 / T 2. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് മാത്സ്. ഓക്കെ, ബാക്കി എല്ലാം നമുക്ക് ഗിവൺ ആണ്. ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, ബാക്കി 700 × 10⁻³ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, 2 ഇങ്ങോട്ട് കൊടുത്താൽ 14 × 2 എന്ന് വരും, 28. ഓക്കെ, / 700 × 10⁻³ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, 700 × 10⁻³ വേണം, നിങ്ങൾക്ക് 0.7 എന്നൊക്കെ എഴുതാം. ഓക്കെ, സോ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ അത് അവിടെ തന്നെ വെച്ചു. ഓക്കെ, ഇനി ഇവിടെ നോക്കി 14 7 എത്ര പ്രാവശ്യം പോകും, 2 ടൈംസ്. ഓക്കെ, 2 × 2 4 വരും, താഴെ ആരുണ്ട്, ഈ 2 × 2 ഇവിടെ 4 വരും, താഴെ ഒരു 10² ഒരു 10⁻³ ഉണ്ട്. സോ 10⁻⁻1 അത് മുകളിലോട്ട് വരുമ്പോൾ 40 ആകും ആൻസർ. ഓക്കെ, 40 = V - 30 എന്ന് ആൻസർ വരും, വിച്ച് മീൻസ് V = 40 + 30 70 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ വരും. ഓക്കെ, സോ 40 ന്യൂട്ടൺ ഒരു ഫോഴ്സ് നമ്മൾ 700 ഗ്രാമുള്ള ഒരു ഒബ്ജക്റ്റിൽ 30 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുത്താൽ അതിൻ്റെ 2 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റിയാണ് 70 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനും നമ്മളെ ഫസ്റ്റ് ഇക്വേഷനും ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനും ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനും കൂടി ചേർന്നിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ. ഓക്കെ, ലോസ് ഓഫ് മോഷൻ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണാവുന്നതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലത്തെ വേറൊരു ക്വസ്റ്റൻ കൂടി ചെയ്യാം. ഓക്കെ, നോക്കാം. 500 ഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ ഒരു നിശ്ചിത സമയത്തേക്ക് 20 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ വേഗം 65 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡിലായി മാറുന്നു. ബലം പ്രയോഗിക്കപ്പെട്ട സമയം കണക്കാക്കുക. ഏത് ഇക്വേഷൻ, വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, സമയം തന്നിട്ടില്ല, പക്ഷേ മാസ് തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ്, മാസ്, VU, FmVU ഈസ് ഗിവൺ, T ആണ് നമുക്ക് കാണേണ്ടത്. ഏത് ഇക്വേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. F = ma അല്ല, എമ്മിനെ നമ്മൾ എനെ നമ്മൾ മാറ്റും, V - U/T എന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാക്കും. ഓക്കെ, ബാക്കി എല്ലാം ഗിവൺ ആണ്. F തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്, T ആണ് കണ്ടുപിടിക്കാനുള്ളത്. F എത്രയാ, F ഈസ് 20 ന്യൂട്ടൺ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 65 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇയാൾ വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇയാളെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറാം. 65 വരുന്ന ഒരാളെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒപ്പോസിങ് ഫോഴ്സ് ആണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നു, വെലോസിറ്റി അങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. സോ ഫോഴ്സ് ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മളിവിടെ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നെഗറ്റീവ് വരും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ മാസ് എത്രയാ, മാസ് 500 ഗ്രാം ആണ്, അതായത് 1/2 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 0.5 കിലോഗ്രാം ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, 0.5 കിലോഗ്രാം എന്ന് എഴുതാം, അല്ലെങ്കിൽ
500 × 10⁻³ എഴുതാം. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്. ഓക്കെ, ഇനി വി വെലോസിറ്റി എത്രയാവുന്നത്? ഫൈനൽ വെലോസിറ്റി 5 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 65 ആണ്, ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇനി ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ ടീനെ ഇങ്ങോട്ട് കൊടുന്നു. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു ടി ആണ് കണ്ടുപിടിക്കാനുള്ളത് 5 - 65 1/2 × 5 - 65 എത്രയാ? -60 ഡിവൈഡഡ് ബൈ ഈ -20 ഇങ്ങോട്ടും കൊടുന്നു. ഓക്കെ, സോ 6/2 3/2 1.5 സെക്കൻഡ്. ഓക്കെ, 1.5 സെക്കൻഡ് എന്ന് ആൻസർ വരും. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 1/2 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 65 m/s ഇങ്ങനെ വരികയാണ്. അയാളുടെ വെലോസിറ്റി 5 m/s ആവണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഈ 20 ന്യൂട്ടൺ കൊടുത്ത ഫോഴ്സ് കൊണ്ട് ഇയാളെ വെലോസിറ്റി 5 m/s ആവാന്നാണ് ചോദ്യം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. നമ്മളെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്നുള്ള F ഇസ് ഈക്വൽ ടു m × v - u / t എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ സ്ഥിരമായിട്ട് ഒരു 4 മാർക്കിന് 2-3 വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഞാനത് PYQ എന്ന് എടുത്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. An object is allowed to fall from the top of a tower height 100 meter. At the same time, another object was thrown vertically up with a velocity of 25 m/s in order to collide with the object falling down. Okay, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും എന്താ പറയുന്നത്. ഒരു 100 മീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, 100 മീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നാം ഒരു ഒബ്ജക്റ്റ് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. താഴോട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. u = 0 m/s. ഓക്കെ, നമുക്കറിയുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇനി മുകളിലോട്ട് ഒരു ഒബ്ജക്റ്റ് അതേസമയം നമ്മൾ എറിയുന്നു, ഒരു ബോൾ മുകളിലോട്ട് എറിയുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ മുകളിലോട്ടാണ് എറിയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. സോ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 25 m/s വിച്ച് ഈസ് പോസിറ്റീവ് എന്ന് എടുത്താൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം. കാരണം ഇയാളെ വെലോസിറ്റി റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അതിന് കാരണം ഇവിടുത്തെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, ഇത് റിട്ടാർഡേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി മുകളിലോട്ട് പോസിറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ആക്സിലറേഷൻ വി ഷുഡ് ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, സോ മുകളിലോട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ പോസിറ്റീവ്, താഴോട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നെഗറ്റീവ്. ഓക്കെ, ഇവിടുത്തെ ആക്സിലറേഷൻ ഏതാ? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആക്സിലറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇയാൾ ആക്സിലറേഷൻ 10 m/s². ഓരോ സമയത്തിനും ഇയാൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതേസമയം ഇയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? ut + ½ തന്നെ, ut + ½ തന്നെ. പക്ഷേ ഇയാൾക്ക് u = 0 ആണ്. സോ ആ ut എന്നുള്ള ടേം 0 ആവും, ½ at² എന്നാവും, ½ at². ഓക്കെ, ½ at² കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഇവിടെ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ ½ at² ആണ്. ഓക്കെ, ഇവിടുന്ന് ഈ ഒരു ദൂരം ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദൂരമാണ് നമ്മളിവിടെ എഴുതിയ 25t - ½ at². ഓക്കെ, ഇനി ഞാനെന്ത് പറയുകയാണേ, ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ദൂരം ഞാൻ എഴുതി 25t - ½ at², വിച്ച് ഈസ് ഓൾസോ ഇസ് ഈക്വൽ ടു ടോട്ടൽ h - ½ at² എന്ന് പറഞ്ഞൂടെ. അതായത് 100 - ½ at² എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10t² എന്ന് എനിക്ക് പറഞ്ഞൂടെ. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക, ഞാൻ കൊളൈഡ് ചെയ്യുന്ന സമയം കൊണ്ട് മുകളിൽ നിന്ന് താഴെ നിന്നൊരു ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ ആ സമയം കൊണ്ട് കൊളൈഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഇയാൾ ട്രാവൽ ചെയ്ത ദൂരം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഇയാൾ ട്രാവൽ ചെയ്ത ദൂരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഈ ½ at² മൈനസ് ആണ്, ഇത് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആവും. സോ ഈ ½ at² ½ at² കട്ടായി പോകും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. t = 100/25 എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് ആൻസർ വരും 4 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് വിച്ച് ദേ കൊളൈഡ്. ഹൈറ്റ് എത്രയാണെന്ന ചോദ്യം. വളരെ ഈസി ആണ്. താഴെ നിന്നുള്ള ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് ഈ ഹൈറ്റ്. ഓക്കെ, സോ h = എന്ത് എഴുതാ? 25 × 4. ഓക്കെ, -½ × 10 × t². t എത്രയാണ്? 4. സോ 16 ക്യാൻസൽ വരും. ഓക്കെ, 25 × 4 ഈ ഇത് 8 വരും. സോ എത്ര വരും? 80. 25 × 4 എന്ന് പറഞ്ഞാൽ 100 - 80 20 മീറ്ററിന് ആൻസർ വരും. താഴെ നിന്ന്
20 മീറ്റർ ഹൈറ്റിലായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഇവർ മീറ്റ് ചെയ്യുക. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആസ് ഐ സെറ്റ് ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളെ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി would the answers obtained in the above case change if this activity was carried out on the moon? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ആൻസേഴ്സ്, അതായത് കൊളൈഡ് ചെയ്ത സമയവും മീറ്റ് ചെയ്ത ഹൈറ്റും നമ്മൾ മൂണിലാണ് ഈ കേസ് പറയുന്നുണ്ടെങ്കിൽ ഈക്വൽ ആവാന്ന ചോദ്യം. നമ്മളിപ്പോൾ ഈ ജി എത്ര എടുത്തേ, 10 എടുത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയവും ഈ ഒരു ഹൈറ്റും സെയിം ആയിരിക്കുമോ എന്നാ ചോദ്യം. സെയിം ആയിരിക്കുമോ? ടൈം സെയിം ആയിരിക്കും. ടൈമിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ജി എന്നുള്ള ടൈം ഇവിടെ കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്താണ് 25t = 100 എന്നാണ് വരുന്നത്. ടൈം = 100/25 ആണ്. കാരണം അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് മാറുന്നില്ല, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ മാറ്റുന്നില്ല. സോ ടൈം എന്തായിരിക്കും? ടൈം ഓഫ് കൊളീഷൻ ഈസ് സെയിം. കൊളീഷൻ വിൽ ബി സെയിം ആയിരിക്കും. ഓക്കെ, ഇനിയോ എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഹൈറ്റ് എന്ത് ചെയ്യും? ഈ ഹൈറ്റ് കൂടും. ഇവിടെ നോക്കുക, ഈ ജി കുറയും. ഇവിടെ g/6 ആവും, 10/6 ആവും. സോ ഈ ടേം കുറയും. സോ ടോട്ടൽ ഹൈറ്റ് കൂടും. താഴെ നിന്ന് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ മീറ്റ് നടക്കുക, കൊളീഷൻ നടക്കുക. കാരണം എന്താ, ഇവിടെ പിടിച്ചു വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F/6 ആണ്. അതുകൊണ്ടാണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിൽ 1/6 ആവുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ഡീസലേഷൻ കുറവായിരിക്കും. കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ടാണ് ഈ വെലോസിറ്റി 0 ആവുക. താഴോട്ട് വരുന്ന റേറ്റും കുറവായിരിക്കും. കാരണം ആക്സലറേഷൻ വളരെ കുറവാണ്. അപ്പോൾ വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നത് വളരെ മെല്ലെ ആയിരിക്കും. സോ ആ സമയം കൊണ്ട് താഴത്തെ ആൾ മുകളിൽ കുറേ ദൂരം പോയിട്ടുണ്ടാവും. സോ സ്വാഭാവികമായിട്ടും 20 മീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും ചന്ദ്രനിലാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ടൈം ഓഫ് കൊളീഷൻ സെയിം ആയിരിക്കും. ഓക്കെ, 4 സെക്കൻഡ് കൊണ്ട് ഭൂമി സഞ്ചരിക്കുന്നതിനേക്കാളും കൂടുതൽ ദൂരം 4 സെക്കൻഡ് കൊണ്ട് ചന്ദ്രനിൽ നമ്മൾ താഴ്ന്ന മുകളിലോട്ടിട്ട ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ ലെറ്റ്സ് അസിസ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കുറച്ച്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല ടഫായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളെ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 20 kg ചേഞ്ചസ് ഫ്രം 2 m/s to 10 m/s in 8 seconds. What is the rate of change of momentum? Rate of change of momentum, mv minus mu/t. ഓക്കെ, എങ്ങനെ കാണാം? mv minus mu/t. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 kg മാസ് ഞാൻ പുറത്ത് കൊടുത്തു, m പുറത്ത് കൊടുത്തു. v എത്രയാ? 10 m/s മാറ്റുന്നത്. 2 m/s മാറുന്നത്. ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ ആൻസർ ഈ 10 - 2 8 വരും. സോ ആൻസർ 20 kg/s. mv ആണ്, mv. ഓക്കെ, സോ യൂണിറ്റ് ആയി. ഇനി കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? അത് തന്നെയാണ് നമ്മുടെ ഫോഴ്സ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഇതെന്ത് ചെയ്യുക, kg/s നമുക്കത് എഴുതാം. 20 Newton എന്ന് എഴുതിയാൽ ഫോഴ്സ് ആയി. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ്? ആക്സിലറേഷൻ എങ്ങനെ കാണാം? F is equal to ma. സോ ആക്സിലറേഷൻ is equal to F/m. F എത്രയാ? 20 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 20 kg. ഓക്കെ, 20. സോ ആക്സിലറേഷൻ വിൽ ബി equal to 1 m/s² എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ഇഫ് ദിസ് ഫോഴ്സ് കണ്ടിന്യൂഡ് ഫോർ 2 more seconds? 2 സെക്കൻഡും കൂടി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇയാളെ വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം. ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം? v is equal to u plus at. ഓക്കെ, ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് എഴുതാം. v is equal to u plus at. ഓക്കെ, u ഇവിടെ നമുക്ക് ഗിവൺ ആണ്. 2 plus 1 into എത്രയാ? 2. 1 into 2. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഇവിടെ എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ആ ഒരു വിവരം നമുക്കറിയണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണെന്ന് നമുക്കറിയണം. വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്നറിയണം. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നറിയണം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, സോ ന്യൂമറിക്കലി ഇവിടുന്ന് എങ്ങനെയാണ് ചോദിക്കുക? നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും പ്രത്യേകിച്ച് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അവിടെ നിന്നാണ് നമ്മളെ ഡിറൈവ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു സ്വിച്ച് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി 6 ohm 12 ohm എന്നിങ്ങനെ പ്രതിരോധമുള്ള 2 ബൾബുകൾ, ചാലക കമ്പികൾ എന്നിവ നൽകിയിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു ചാലക കമ്പി ഉണ്ട്. ഓക്കെ, അതായത്
കണക്റ്റിംഗ് വയർ ഉണ്ട്. പിന്നെയോ 12 ഓമും 6 ഓമും റെസിസ്റ്റൻസ് ഉള്ള 2 ബൾബുകളുണ്ട്. കൂടാതെ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം യൂസിങ് ഓൾ ദ അബവ് കമ്പോണൻസ് ഇൻ സച്ച് എ വേ that a potential difference of 3 volt is obtained across 6 ohm bulb and 6 volt is across 12 ohm bulb. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 3 വോൾട്ടും 6 ഓം ബൾബിൽ നമുക്ക് 3 വോൾട്ട് കിട്ടണം. പിന്നെയോ 12 ഓം ബൾബിൽ നമുക്ക് 6 വോൾട്ടും കിട്ടണം. അങ്ങനത്തെ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെ ഉള്ളത് 2 റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ബൾബാണ്. അപ്പോൾ രണ്ടിലും ഡിഫറെൻറ്റ് വോൾട്ടേജ് കിട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി എന്താണ്, ഇവരെ പാരലലി കണക്ട് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഡിഫറെൻറ്റ് വോൾട്ടേജ് കിട്ടില്ല. കാരണം പാരലലി കണക്ട് ചെയ്താൽ വോൾട്ടേജ് സെയിം ആണ്. സോ ബേസിക്കലി ഇവർ രണ്ടാളെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളൊരു ബാറ്ററി കാണിക്കും. 6 വോൾട്ട് ബാറ്ററി. ഓക്കെ, 6 വോൾട്ട് അല്ലേ? യെസ്, 9 വോൾട്ട് ഐം സോറി. ഓക്കെ, 9 വോൾട്ട് ബാറ്ററി നമ്മൾ ഇവിടെ വെക്കും. ഓക്കെ, 9 വോൾട്ട് ബാറ്ററി നമ്മളിവിടെ വെക്കും. ശേഷം 2 ബൾബ് വെക്കും. ഓക്കെ, 2 ബൾബ്. ഓക്കെ, ഓരോ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? ഒരാളത് 6 ഓമേ, ഒരാളത് 6 ഓമേ, ഒരാളത് 12 ഓമേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ കണക്ഷനൊക്കെ കറക്റ്റായിട്ട് വെക്കണം. ഇവിടെ ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാകാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ മാർക്ക് കുറക്കും ടീച്ചേഴ്സ്. ഇനി എന്താ ഉപയോഗിച്ച് 3 വോൾട്ടിൻ്റെ ബൾബിൽ 3 വോൾട്ടും 12 ഓം ബൾബിൽ 6 വോൾട്ടും. അത് ഇവിടെ നമുക്ക് 6 വോൾട്ട് ആയിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുക? 3 വോൾട്ടാണ് കിട്ടുക. ഇത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താ, ഇതിന് വേറൊരു ലോജിക്കും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ പാരലലി കണക്ട് ചെയ്താൽ 2 9 വോൾട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഇത് സീരീസ് കണക്ട് ചെയ്താൽ ഇത് രണ്ടാളും കൂടി ഡിവൈഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. എങ്ങനെ അത് കാണാം? നമുക്ക് വേണമെന്നെങ്കിൽ നമുക്ക് കാണാം. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്രയാണ്? I is equal to V/R. സോ 9/18. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.5 ആംപിയർ ആണ്. ഓക്കെ, 0.5 ആംപിയർ ആണ്. ഇനി ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ എങ്ങനെ കാണാം? V is equal to 0.5 ഇൻറ്റു ആ ഒരു റെസിസ്റ്റൻസ് 6. എത്രയാ? നമുക്ക് ആൻസർ വരും 3 വോൾട്ട്. അതുപോലെ രണ്ടാമത്തെ ബൾബിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സെയിം കറണ്ടാണ്, സീരീസ് ആണ്. 12 ഓമിന് പകരം 12 ഓമാണ് ആൻസർ. 6 വോൾട്ട് വരും. നോക്കുക, 3 വോൾട്ടും 6 വോൾട്ടും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ 2 ബൾബ് സീരീസിൽ കണക്ട് ചെയ്താൽ ആ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ സർക്യൂട്ട്സ് ഒക്കെ പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. കാരണം സെയിം വോൾട്ടേജ് പോകണം. ഓക്കെ, ഇനി അടുത്ത ദിവസം എന്താ, ഈ സർക്യൂട്ടിൽ 12 ഓം ബൾബിലൂടെയുള്ള കറണ്ട് 6 ഓം ബൾബിലൂടെ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉത്തരം സാധുവരിക്കുക. കറണ്ട് പാസിംഗ് ത്രൂ ദ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 12 ഓം ഈസ് സ്മൂത്ത് ആൻഡ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ബൾബ് ഓഫ് 6 ഓം. തെറ്റാണ് അല്ലേ? ഇതെന്താണ്? നോ. കാരണം ഇത് സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? സീരീസ് കണക്ഷനിലെ നമ്മളെ കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ആയിരിക്കും ഡിഫറെൻറ്റ്. വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, കറണ്ട് സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കാം. ഒരു കുട്ടി ഈ സർക്യൂട്ടിന് ഏറ്റവും കുറഞ്ഞ നിശ്ചിത പ്രതിരോധം ലഭിക്കാത്ത വിധം പുനഃക്രമീകരിച്ചു. പുതിയ സർക്യൂട്ടിലെ സഞ്ചരിത പ്രതിരോധം എത്രയായിരിക്കും? അതായത് ഇതിന് നമ്മൾ മിനിമം റെസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്താൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന ചോദ്യം. മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പാരലലി കണക്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? R പാരലൽ ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ചെയ്താൽ പരിപാടി കഴിഞ്ഞു. R1 എത്രയാ? R1 ഇസ് ഈക്വൽ ടു 6 ഓം. 6 × 12 ഡിവൈഡഡ് ബൈ 6 + 12 അതായത് 18. ഓക്കെ, 6 × 12 ഡിവൈഡഡ് ബൈ 18. സോ ഞാൻ 3 ഇവിടെ 2 × 6 12/3 4 ഓം ആൻസർ വരും. ഓക്കെ, സോ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 18 ഓം ആണ് ആൻസർ വരിക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്താൽ നമുക്ക് 4 ഓം ആൻസർ വരും. ഓക്കെ, വളരെ ഈസിയാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇത് PYQ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞെട്ടരുത്. ഒരു ബൾബിൽ നമുക്ക് ഇത്ര വോൾട്ടേജ് വേണം, മറ്റൊരു ബൾബിൽ നമുക്ക് ഇത്ര വോൾട്ടേജ് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് ആകെ 2 ഉള്ളൂ. അപ്പോൾ പാരലൽ കണക്ട് ചെയ്ത് 2 ഈക്വലായി കിട്ടാൻ പോകുന്നത്. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ള. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ടത്, ഇങ്ങനെ കണക്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അതെങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാൾക്കും ഈക്വൽ കറണ്ട് ആയിരിക്കും കിട്ടുക. അത് സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ, ഇനി പിന്നെ മിനിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാനുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇത് നോക്കി, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് നിങ്ങൾക്കറിയാം, നിങ്ങളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കില്ല. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതിൻ്റെ
വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് n പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ അവിടുത്തെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആ മീഡിയത്തിൽ കുറവായിരിക്കും. n പ്രൊപ്പോർഷണൽ ടു 1/v. n പ്രൊപ്പോർഷണൽ ടു 1/v. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ ആ മീഡിയത്തിലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് മീഡിയംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയസ്റ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുക ഏറ്റവും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതാണ്, അതായത് എയറിലാണ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഡയഗ്രാം ലൈറ്റ് ഫാളിംഗ് ഫ്രം കെരോസിൻ ടു വാട്ടർ. കെരോസിനും വാട്ടറിലോട്ടുള്ള ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കെരോസിൻ നോക്ക്, കെരോസിൻ 1.44 ആണ്, വാട്ടർ 1.33 ആണ്. സോ വാട്ടറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ മീഡിയ. ഓക്കെ, വാട്ടറിലായിരിക്കും കൂടുതൽ വെലോസിറ്റി, ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ മീഡിയ. ഓക്കെ, സോ ഇക്വേഷൻസ് ഒന്ന് മറന്നു പോരുത്. n is equal to c/v. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് is equal to സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. n is equal to c/v. ആ c കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ n പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും നിങ്ങളെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ചിലപ്പോൾ പല ആൾക്കാരും കൺഫ്യൂസ് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ടാവും. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫുകൾക്ക് പരിശോധിച്ച് ഉത്തരം എഴുതാനാണ് ചോദ്യം. വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. കുറേ ആൾക്കാർ ഈ ഉത്തരം എഴുതിയത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരിക. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറാത്തത് എന്ന് വെച്ചാൽ ടൈം കൂടുമ്പോൾ വെലോസിറ്റി മാറുന്നില്ല. ഓപ്ഷൻ എ. വിച്ച് ഗ്രാഫ്സ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബോൾ മുകളിലോട്ട് എറിയുമ്പോൾ അതിലുണ്ടാവുന്നത് റിട്ടാർഡേഷനാണ്. സോ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ. സോ ആ സ്ലോപ്പ് നെഗറ്റീവ്, ചരിവ് നെഗറ്റീവ് വരുന്ന ഇവിടെ, ഈ ചരിവ് കോൺസ്റ്റൻ്റാണ്, ഇവിടെ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റിയാണ്. ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവാണ്, കംപ്ലീറ്റ് മോഷൻ, കാരണം ഇയാൾ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യമൊക്കെ പോസിറ്റീവാണ്, മെല്ലെ മെല്ലെ കൂടുന്നുണ്ട്, പിന്നെ ഇത് കുറയാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ആക്സിലറേഷനുള്ള ഒറ്റ ഗ്രാഫേ ഉള്ളൂ, ദാറ്റ് ഈസ് തേർഡ് ഗ്രാഫ്. ഓക്കെ, ഇനി നോക്കാം നമ്മളെ ബോയൻസി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്ക്, നിങ്ങളെ ലെറ്റ്സ് അസസ് പാർട്ട് എന്നുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ബോയിൻ ഫോഴ്സ് ഇൻ ഫിഗർ 2 and 3? 2ലും 3ലുള്ള ബോയിൻ ഫോഴ്സിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന ചോദ്യം. നോക്കാം, ഇവിടെ 50 ന്യൂട്ടൺ ആണ് എയറിലുള്ള വെയിറ്റ്. ഓക്കെ, 2ൽ ഇയാൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ബോയിൻ ഫോഴ്സ് ഇവിടെ എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. ഫിഗർ 3ലോ ഇവിടെ ബോയിൻ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. സോ ഡിഫറൻസ് ഇൻ ബോയിൻ ഫോഴ്സ് എത്രയാണ്? 10 ന്യൂട്ടൺ. ഇവിടെ 10 ന്യൂട്ടൺ ആണ് ബോയിൻ ഫോഴ്സ്, ഇവിടെ 20 ന്യൂട്ടൺ ആണ് ബോയിൻ ഫോഴ്സ്. സോ 10 ന്യൂട്ടൺ ആണ് വ്യത്യാസം. ഓക്കെ, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദി സ്പ്രിംഗ് ബാലൻസ് ഇൻ ഫിഗർ 4? ഇവിടെ നോക്കിയേ, ഇത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡാണ്. ഓക്കെ, അവിടെ ഇയാളെ ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 50 ആണ് എയറിൽ, 30 ആണ് വെള്ളത്തിൽ. സോ ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 50 - 30 20 ന്യൂട്ടൺ ആണ്. സിയിൽ, അതായത് ചിത്രം 3ൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ൽ എത്രയായിരിക്കും ബോയിൻ ഫോഴ്സ്? സെയിം ആയിരിക്കും. ഓക്കെ, 30 ന്യൂട്ടൺ തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് 3ലും 4ലും സെയിം ആയിരിക്കും. ഈ ഒരു പിക്ചർ ഇത് താഴോട്ട് കുറച്ച് പോകുന്നതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് മാറുന്നില്ല, ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ ഈക്വൽ ആണ്, രണ്ടിലും കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. ബോയിൻ ഫോഴ്സ് എന്ന് നമ്മളോട് ആർക്കിമിഡീസ് പറഞ്ഞിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, picture 3 and picture 4 displaces same weight of water, so they have the same buoyant force. Okay, so ഇതിൽ നിന്ന് ചില കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. വേറെ ക്വസ്റ്റ്യൻ നോക്കേ, എ കോപ്പർ സ്ഫിയർ ആൻഡ് അയൺ സ്ഫിയർ ഓഫ് സെയിം ഡയമീറ്റർ. കോപ്പർ സ്ഫിയറും അയൺ സ്ഫിയറും ഉണ്ട്, രണ്ടാൾക്കും ഡിഫറെൻറ്റ് ഡെൻസിറ്റി ആണ്, പക്ഷേ രണ്ടാളെയും വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാളെയും വെള്ളത്തിലിട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ് ദ ബോയിൻ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഓൺ ബോത്ത് സെയിം. രണ്ടിലും ബോയിൻ ഫോഴ്സ് സെയിം ആണെന്ന് ചോദിക്കാം. ഓക്കെ, ഒരാൾ കോപ്പർ ആണ്, ഒരാൾ അയൺ ആണ്, ഒരാൾ ഡെൻസിറ്റി വന്നിട്ടുണ്ട്, രണ്ടാൾക്കും സെയിം വോളിയാണ്, സെയിം ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടോടത്തും ഈക്വൽ ബോയിൻ ഫോഴ്സ് ആണോ എന്ന് ചോദ്യം. യെസ്, ദർ വിൽ ബി ബോയിൻ ഫോഴ്സ് വിൽ ബി ഈക്വൽ ബോയിൻ ഫോഴ്സ് എന്ന് എഴുതണം. കാരണം ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം സെയിം ആയിരിക്കും, വോളിയം ഓഫ് വാട്ടർ സെയിം ആയിരിക്കും. ഓക്കെ,
സോ രണ്ട് ഭാഗത്തും ഒരേപോലെയുള്ള ഒരേ വോളിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇടുന്നത്. സോ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റ് സെയിം ആയിരിക്കും, ബോയിന്റ് ഫോഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോയിന്റ് ഫോഴ്സ് സെയിം ആണോ, ബോയിന്റ് ഫോഴ്സ് വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റ് വ്യത്യാസം ഉണ്ടോ, സെയിം ആണോ എന്നാണ്. ഓക്കെ, ഏതോ സെയിം ആണോ ബോയിന്റ് ഫോഴ്സ് സെയിം ആയിരിക്കും, വ്യത്യാസം ഉണ്ടോ. സോ ഇവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, കാരണം രണ്ടാക്കും ഒരേ വോളിയാണ്. പക്ഷേ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ട്. സോ ഡെൻസിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾ വെയിറ്റ് കൂടുതലായിരിക്കും. സോ ഒരാൾ കുറച്ചും കൂടി താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അത്രയേ ഉള്ളൂ. അത് നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്മുടെ ബോയിന്റ് ഫോഴ്സിൻ്റെ കാര്യമാണ് ചോദിച്ചത്. വോളിയം സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റ് ഈക്വൽ ആയിരിക്കും. സോ ബോയിന്റ് ഫോഴ്സ് വിൽ ബി സെയിം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജെക്ട് ഹാസ് എ വെയിറ്റ് ഓഫ് 500 ന്യൂട്ടൺ ഇൻ എയർ, ഇറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. 500 ന്യൂട്ടൺ എയറിൽ ഇയാൾക്ക് വെയിറ്റ് ഉണ്ട്. ഇയാൾ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ വെയിറ്റിന് ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്, ബോയിന്റ് ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ എം ജി താഴോട്ട്, വി റോ ജി അല്ലെങ്കിൽ ബോയിന്റ് ഫോഴ്സ് മുകളിലോട്ട് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ നെറ്റ് വെയിറ്റ് എത്രയായിരിക്കും, 0 ന്യൂട്ടൺ. ഓക്കെ, 0 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ വാട്ടർ എന്ന് പറഞ്ഞാൽ ബോയിന്റ് ഫോഴ്സ് എത്രയായിരിക്കും എന്ന ചോദ്യം. അല്ലെങ്കിൽ അല്ലേ, ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി അത് പറയാതെ ഇൻഡയറക്ട്ലി ബോയിന്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, ഇൻഡയറക്ട്ലി ബോയിന്റ് ഫോഴ്സ് എത്രയായിരിക്കും, ബോയിന്റ് ഫോഴ്സ് 500 ന്യൂട്ടൺ ആയിരിക്കും. എന്നാലേ ഇതിലെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 500 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സൗണ്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. വർക്ക് എനർജി പവറിനായാലും വലിയ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പവർ നമ്മൾ ഫോഴ്സിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് പോവാം, വർക്കിൻ്റെയും പവറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് പോവാം, ആ സയൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് പോവാം. ഓക്കെ, ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോസ് ഓഫ് മോഷനും പിന്നെ അതുപോലെ നമ്മൾ ബോയിന്റ് ഫോഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇത് 1-2 ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ ഈ ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വിൽ ടേക്ക് ദാറ്റ്. ഓക്കെ, സോ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങാം. ഓൾ ദി ബെസ്റ്റ്.